എല്ലാവർക്കും നമസ്കാരം. നവരാത്രിയുടെ 6-ാം ദിനമാണിന്ന്. നവദുർഗമാരിൽ 6-ാമത്തെ ഭാവമാണ് കാത്യായനി. കാത്യായന മഹർഷിയുടെ മകളാണ് കാത്യായനി. ദുർഗാദേവി കാത്യായന മഹർഷിയുടെ മകളായി അവതരിക്കുകയായിരുന്നു. കാത്യായനി ദേവി നിത്യകന്യകയാണ്. ചതുർഭുജയായ ദേവി പുഷ്പവും വാളും അഭയമുദ്രകളും ധരിച്ച് സിംഹവാഹിനിയായി സർവർക്കും അനുഗ്രഹം ഏകി വരുന്നു. സർവശക്തയായ അമ്മ നമുക്ക് ആഗ്രഹിക്കുന്നതെന്തും തരുന്നു. വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കുവാനായി അമ്മയെ ചുവന്ന പൂക്കളാൽ പൂജിച്ചാൽ സർവ ഐശ്വര്യവും രോഗശമനവും ഫലം. കാത്യായനി ദേവിയുടെ ധ്യാന ശ്ലോകം: ചന്ദ്രഹാസോജ്വലകര ശാർദൂലപരവാഹന കാത്യായനി ശുഭം ദദ്യാത് ദേവി ദാനവഘാതിനി. ഉജ്ജ്വലമായ ചന്ദ്രഹാസം കയ്യിലേന്തിയ ദാനവന്മാരെ ഹനിച്ച സിംഹവാഹിനിയായ കാത്യായനി ദേവി ശുഭമരുളട്ടെ. അപ്പം നമുക്കറിയാം, ദുർഗാദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? അസുരന്മാരെ ദാനവഘാതിനിയാണ്. അപ്പം ഈ ദുർഗാദേവി പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ദാനവന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി. അങ്ങനെ ദാനവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ദേവന്മാർക്ക് രക്ഷയേകുക, ദേവന്മാർക്ക് സർവ്വക്ഷേമങ്ങളും നൽകുക എന്നുള്ളതാണ് ദുർഗാദേവിയുടെ ലക്ഷ്യം. ദുർഗാദേവി അതുതന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി ദുർഗാദേവി പല ഭാവത്തിലും രൂപത്തിലും ഒക്കെ അവതരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും, അതായത് നവഭാവത്തിൽ ദേവി അവതരിച്ച് ഓരോരോ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഓരോരോ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ദേവി അവതരിക്കുകയാണ്. അപ്പോൾ 6-ാമത്തെ ദിനത്തിൽ നമ്മൾ വ്യാഴപ്രീതി ലഭിക്കുവാൻ ചുവന്ന പുഷ്പങ്ങളാൽ പൂജിക്കണം. ദേവിക്ക് ചുവന്ന പൂക്കൾ ഇഷ്ടമാണ്, അറിയാമല്ലോ. ദുർഗാദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം ചുവപ്പാണ്. അപ്പോൾ വ്യാഴമെന്ന് പറഞ്ഞാൽ എന്താ? സർവ്വ ഐശ്വര്യങ്ങളും തരുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കുവാനായി നമുക്ക് ദേവിക്ക് എന്തെല്ലാം കൊടുക്കാമോ അതെല്ലാം കൊടുക്കുക. പായസം വെച്ച് കൊടുക്കാം, കടും പായസമായാലും പാൽപ്പായസമായാലും, അതുപോലെ മധുര പലഹാരങ്ങൾ, പഴം, തേന്, ഇതൊക്കെ കൊടുക്കുക. എല്ലാം നമുക്ക് എന്ത് കൊടുത്താലും, ഞാൻ എപ്പോഴൊന്നും പറയുന്നത് പോലെ, നമ്മൾ അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് എന്തെല്ലാം കൊടുക്കുന്നു അതെല്ലാം അമ്മ സ്വീകരിക്കും. നമ്മൾ എന്ത് കൊടുത്താലും സ്വീകരിക്കും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു നെയ്വിളക്ക് കൊളുത്തി അമ്മയുടെ പ്രാർത്ഥന മാത്രം മതി. നമ്മുടെ പ്രാർത്ഥനയാണ് അമ്മയ്ക്ക് ഏറ്റവും ആവശ്യം. നമ്മുടെ വിശ്വാസമാണ് അമ്മയ്ക്ക് ആവശ്യം. നമ്മുടെ ഭക്തിയാണ് അമ്മയ്ക്ക് ആവശ്യം. ഭക്തിപൂർവം വിശ്വാസത്തോടെ ശുദ്ധവൃത്തിയോടെ മനസ്സ് ഏകാഗ്രമാക്കി ദേവിയെ ഭജിച്ചാൽ മാത്രം മതി. അമ്മ എല്ലാം നമുക്ക് തരും. ഈ നവരാത്രി ദിനങ്ങളിൽ നമ്മളെ ദേവിയെ എങ്ങനെയൊക്കെ ആരാധിച്ചാലും, ദേവിയുടെ ഒരു നാമം ജപിച്ചാലും നമുക്കതിൻ്റെ എല്ലാം അനുഗ്രഹം കിട്ടും. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ദുർഗാദേവി പല രൂപത്തിൽ നമ്മുടെ വീടുകളിലുണ്ട്. അപ്പോൾ ആ ദേവി, ഈ പ്രപഞ്ച മാതാവിനെ നമുക്ക് എന്തൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കാമോ അതെല്ലാം കൊടുക്കാം. പൂക്കൾ കൊടുക്കാം, പഴങ്ങൾ കൊടുക്കാം, മധുരപലഹാരങ്ങൾ കൊടുക്കാം, മാല ചാർത്താം, പിന്നെ എന്തു വേണേലും അർച്ചന ചെയ്യാം. എങ്ങനെയൊക്കെ നമുക്ക് ദേവിയെ പ്രസാദിപ്പിക്കാമോ അങ്ങനെയൊക്കെ നമ്മൾ ദേവിയെ പ്രസാദിപ്പിക്കണം. അപ്പം കാത്യായനി ദേവിയുടെ ധ്യാന ശ്ലോകം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ദേവിയെ ഈ ഒരു ശ്ലോകം കൂടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. യാ ദേവി സർവഭൂതേഷു മാ കാത്യായനി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. അതുപോലെ നമ്മൾ നിത്യവും ജപിക്കേണ്ടതാണ്. നവദുർഗാ പ്രീതി കിട്ടാൻ വേണ്ടി, എല്ലാ ദേവിമാരുടെയും പ്രീതി നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് നവദുർഗകളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ കൂടെ ചൊല്ലാം. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനീച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിതാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത, ഉക്ത്യാന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന,
അഗ്നാദഹ്യമാനസ്തു ശത്രുമധ്യഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്ത ശരണം ഗത ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹീം യസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തോഷാമൃത്യു പ്രജായതേ. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.